മുടിയനുമായി ഇപ്പോഴും നമ്മുടെ ബബിതയ്ക്ക് റിലേഷൻ ഉണ്ട്. അലീന ഉണ്ടായിരുന്നപ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണമോള് ബബിതേനെ മുടിയൻ്റെ പേര് പറഞ്ഞ് കളിയാക്കുമായിരുന്നല്ലോ. എന്നാലോ മുടിയനെ വിളിക്കുന്നതൊക്കെ കുറേ പതിവൊക്കെ തിരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ബബിതയും മുടിയനും. അവർ കാണാൻ പോകുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് മുടിയൻ അവളെ ഒഴിവാക്കിയത് കേട്ടോ. പല സ്ഥലങ്ങളിൽ വെച്ചും ഹോസ്റ്റലിലും പല സ്ഥലത്തും ബബിതയും മുടിയനെയും കൂടി കാണാൻ പോയിരുന്നല്ലോ. പക്ഷേങ്കിൽ ഇപ്പോൾ അതിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു നമ്മുടെ ബബിത, അലീന പറഞ്ഞ പ്രകാരം. അതുകൊണ്ട് തന്നെ അവനാണെങ്കിലോ കുറച്ച് വിട്ടുനിന്ന അവസ്ഥയിലായിരുന്നു കേട്ടോ. ബബിതയുമായിട്ട് ഒരു യഥാർത്ഥ പ്രണയമൊന്നും ആയിരുന്നില്ല അവന് ജസ്റ്റ് ഒരു നേരം പോക്ക് മാത്രമായിരുന്നു ബബിത. അവളെപ്പോലെ തന്നെ വേറെയും ഒരുപാട് പ്രണയിനികൾ നമ്മുടെ അരുണിനുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ മുടിയനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയായിരുന്നു ബബിത. അവൻ വിളിച്ച സ്ഥലങ്ങളിൽ തന്നെ ബബിത പോകുന്നുണ്ട്. ഒരു മടിയും കൂടാതെ ഒരു പേടിയും കൂടാതെ അവൻ്റെ കൂടെ കറങ്ങടിച്ച് നടക്കുകയായിരുന്നല്ലോ. അലീന കാരണമാണ് പിന്നെ ഇപ്പോൾ കാണാൻ പറ്റാതായത്. അലീന പോയതിനു ശേഷം വീണ്ടും ബബിത ഒറ്റപ്പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും വഴക്കും പ്രശ്നങ്ങളും എല്ലാം തന്നെ കാരണം. അങ്ങനെ കുറേ നാളുകളായിട്ടും മുടിയൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നല്ലോ. അങ്ങനെ ഇന്നൊരു ഫോൺ എടുക്കുമ്പോഴാണ് ബബിത വിളിച്ചിട്ട് കുറേ ചീത്തയൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ പറയാണ്, അതിന് നീ ഇന്ന് കാണാൻ വരാൻ പറഞ്ഞാൽ വരില്ലല്ലോ, ഇനി ഒരിക്കലും വരില്ലെന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നത്? അതിന് മാത്രം വേണ്ടിയാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? അല്ലാതെ ആത്മാർത്ഥമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ നിന്നെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നത്, പക്ഷെ നിനക്കത് മനസ്സിലാവുന്നില്ലല്ലോ. നിനക്കിപ്പോൾ അലിന ചേച്ചി പറഞ്ഞല്ലേ വേദവാക്യം, നമ്മളെന്ന് അവിടെ നിന്ന് ഓടിച്ചത് നോക്കിയവളല്ലേ അവൾ, എന്നിട്ടിപ്പോൾ നിനക്ക് അവളെ മതിയല്ലോ. ദേ ചേച്ചിയെക്കുറിച്ച് ഒന്നും പറഞ്ഞേക്കില്ല കേട്ടോ, എനിക്കിത് ഇഷ്ടമില്ല. ചേച്ചി എൻ്റെ ജീവനാ, എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. സ്വന്തം ചേച്ചിയെ പോലെയല്ലേ, സ്വന്തം ചേച്ചിയൊന്നും അല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇത്രയ്ക്ക് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? നിന്റെ വീട്ടിലെ ഒരു വേലക്കാരിയല്ലേ ചേച്ചി. ഇപ്പം എൻ്റെ വീട്ടിലെ വേലക്കാരി മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം സ്വന്തം ചേച്ചിയും കൂടെയാ. വഴിതെറ്റിപ്പോയ എൻ്റെ രോഹിയേട്ടനെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയാ. അതുപോലെ എൻ്റെ അച്ഛനെ ഒരുപാട് ചേച്ചി സഹായിച്ചിട്ടുണ്ട്. എന്നെയും നേർവഴിക്ക് കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയാ. നേർവഴി എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം നേർവഴി അല്ലെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വരാൻ കാണാനൊന്നും പറ്റില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി അതൊക്കെ. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇനി അത് ഞാൻ ആവർത്തിക്കില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ ഇനി അതിന് എന്നെ കിട്ടില്ല എന്ന് തന്നെ ബബിത ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? ഇത് വിശ്വാസത്തിൻ്റെ കാര്യമല്ല അമ്മല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാളും നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇപ്പോഴാണ് എനിക്ക് വീണ്ടും വിചാരം ഉണ്ടായത്. ഓഹോ, അവൾ പറഞ്ഞു തന്നിട്ടായിരിക്കും അല്ലേ? ദേ ചേച്ചീനെ അവൾ വിളിന്ന് വിളിക്കാൻ പാടില്ല. നിനക്കിപ്പോൾ എന്നെ ഇഷ്ടമില്ലല്ലേ? എനിക്ക് മനസ്സിലായി. നിനക്കെന്താ വേറെ വല്ല പെണ്ണുങ്ങളായിട്ട് വല്ല കണക്ഷനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, എന്നോട് നീ ഒന്നും പറയണ്ട. എന്നോട് നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ ഞാൻ വിളിക്കുമ്പോൾ വന്നേനെ, എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചേനെ. വേറൊന്നിനു വേണ്ടിയല്ല, നീനൊന്ന് കാണാൻ വേണ്ടി കൊതിയാവുന്നു. എത്ര നാളായി എന്നെ ഒന്ന് കണ്ടിട്ട്. നിനക്കിപ്പോൾ എന്നെ കാണാൻ വരാനും ഒട്ടും ഇഷ്ടമില്ലല്ലോ. എന്നെ നിനക്ക് ഇപ്പം വിശ്വാസമില്ല, എന്നോടിപ്പോൾ സ്നേഹമില്ല, കാണാൻ പോലും ആഗ്രഹമില്ല. പിന്നെ ഞാനെന്തിനാ നിന്നോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റിലേഷൻ? നിനക്കല്ലേ അത്രയേ ഉള്ളത്, അല്ലാതെ എനിക്കല്ലല്ലോ. ബബി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്താ അമല ഇത്? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് നീ എന്താ മനസ്സിലാക്കാത്തെ? മതി, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് എന്നെ എന്തോ ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിലിപ്പോൾ ഞാനില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ വിളിച്ചെടുത്ത് നീ വരാതിരിക്കുമായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഫോണ് കട്ടാക്കുന്നുണ്ട്. അങ്ങനെ ബബിത ആകെപ്പാടെ സങ്കടത്തിലാണ് കേട്ടോ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈകുന്നേരം കൃഷ്ണമോള് കയറി വരുന്നുണ്ട്. ചേച്ചി ഇന്ന് നേരത്തെ വന്നോ? അതെ, കോളേജിൽ നിന്ന് നേരത്തെ വിട്ടു, ഞാൻ നേരത്തെ വന്നു. എന്താ ലോകമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? കരഞ്ഞോ? ഏയ് ഒന്നുമില്ല. എന്താ ചേച്ചി, പനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോയി ഫ്രഷായിട്ട് ചായ കുടിക്കാൻ നോക്ക്. അമ്മ വന്നില്ലേ ചേച്ചി? ഇല്ല, അമ്മ ഇതുവരെ വന്നില്ല. ശരിയേ, ഞാനെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമുള മുറിയിലേക്ക് പോയിട്ട് ഫ്രഷപ്പൊക്കെ ആവുന്നുണ്ട്. അന്ന് ചായ കുടിക്കുകയാണ്. ബബിത ഈ സമയത്തും ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യ്, അപ്പോൾ ആ വിഷമങ്ങ് മാറില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ? നീ ഒന്ന് പോയേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഈ ചേച്ചിക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയോട് ഇരിക്കുമ്പം രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരാണ്. ചായ കുടിക്കുകയാണെന്ന് ചോദിക്കുമ്പം അതെ. അല്ല ബബിത എവിടെ
എന്തു പറ്റുന്നറിയില്ല. ഭവിതച്ചിയുടെ മുഖം ആകെപ്പാടെ കടന്നിൽ കുത്തിയതുപോലുണ്ട്. ആകെപ്പാടെ കരച്ചിലുവാ. ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറയുന്നില്ല. ഏട്ടനോടൊന്നും പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഏട്ടന്ന് ലീവായിരുന്നല്ലേ? അതെ, ഞാനിന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ കോളേജിൽ നേരത്തെ വന്നു. ഒന്നും എന്നോട് വല്ലായിട്ട് സംസാരിച്ചില്ല. ഞാനും അതൊന്നും ഇത്ര കാര്യമാക്കിയില്ല. എന്തു പറ്റി? എനിത്തിങ് എൽസ്? അറിയില്ല ഏട്ടാ. എന്താന്ന് ഏട്ടൻ ചോദിച്ചു നോക്ക്. അപ്പോഴേക്കും ബബിതയുടെ റൂമിൽ പോയി മുട്ടുകയാണ്. രോഹിത്ത് അകത്തേക്ക് കയറി പോരെ എന്ന് പറയുമ്പോഴേക്കും രോഹിത്ത് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടി, എന്തു പറ്റി? നിനക്കെന്താ വിഷമം പോലെ? വിഷമമൊന്നുമില്ല, നല്ല തലവേദനയുണ്ട്. ഞാനതുകൊണ്ട് കിടക്കായിരുന്നു. അല്ല, കൃഷ്ണമോള് പറഞ്ഞു നിനക്കെന്തോ ഒരു വല്ലായ്മ പോലേന്ന്. ഒന്നുമില്ല രോഹിയേട്ടാ, അവള് ചുമ്മാ പറയുന്നതല്ലേ. ആണല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, ഏട്ടൻ പോയിക്കോ. എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് രോഹി അവിടുന്ന് പോവാണ്. ഡോർ അടിച്ചതിന് ശേഷം അവൾ വീണ്ടും അമലിൻ്റെതായിട്ടുള്ള പഴയ ഫോട്ടോസൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അവനെ കാണണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അമലിനെ അവൾ മെസ്സേജ് ചെയ്യാണ്. ഞാൻ നാളെ എങ്ങോട്ടേക്കാണ് വരേണ്ടത്, എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അമലിൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയതുപോലെ ആയിട്ടോ. അവൻ പറയുന്നുണ്ട്, രാത്രി ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. അങ്ങനെ വൈജയും ബാലചന്ദ്രനും പിന്നെ ബബിതയും രോഹിയും കൃഷ്ണമോളും കൂടി ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് സുനിത വന്ന് ആഹാരമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ പരിസരത്ത് പോലും അല്ല കേട്ടോ ബബിത, അവൾ വേറെ ഏതോ ലോകത്താണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്തു പറ്റി? നിന്റെ ഭക്ഷണം കഴിക്കാതെ? ചോദിക്കുന്നൊന്നും അവളെ കേൾക്കുന്നത് കൂടിയില്ല. മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് തട്ടുമ്പോൾ അച്ഛാ എന്ന് വിളിക്കുകയാണ്. എന്തു പറ്റിയിട്ട് നിനക്ക്? നീ എന്താ ഞാൻ പറഞ്ഞെന്ന് കേട്ടില്ലേ? അയ്യോ ഇല്ലച്ചാ, എന്താ പറഞ്ഞത്? അല്ല, നീ എന്താ കഴിക്കാതിരിക്കുന്നേ? നീ എന്താ സ്വപ്ന ലോകത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ലച്ചാ. കൃഷ്ണമോള് പറയാണ്, വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ തന്നെയാ. ഞാൻ ചോദിച്ചു എന്താണെന്ന്, ഒന്നും പറയുന്നില്ല. രോഹി പറയുന്നുണ്ട്, അവൾക്ക് തന്നെ തലവേദനയുണ്ടച്ചാ. പനിക്കുന്നുണ്ടോ അലീന? പനിക്കുന്നുണ്ടോ ബബി എന്ന് ചോദിക്കുകയാണ്. ഇല്ലച്ചാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം മാറിയിട്ടുണ്ട്. ചെറിയ ക്ഷീണം അത്രേ ഉള്ളൂ. അല്ല, അലീന മോളെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വൈദ്യരുടെ മുഖം ആകെപ്പാടെ കടന്നല് കുത്തിയതുപോലെ മാറുകയാണ്. അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല അച്ഛാ. കൃഷ്ണമ്മള് പറഞ്ഞിട്ട് ചേച്ചി മുമ്പേ 2 പ്രാവശ്യം വിളിച്ചു. ചേച്ചി എന്താ ഫോൺ എടുക്കാഞ്ഞേ? അല്ല ചേച്ചി 2 പ്രാവശ്യം വിളിച്ചിട്ടും ചേച്ചി എടുക്കാഞ്ഞുകൊണ്ട് ചേച്ചി എന്നെ വിളിച്ചു. ഞാനപ്പോൾ പഠിക്കായിരുന്നുണ്ടാ വന്ന് ചോദിക്കാതിരുന്നത്. അത് ഞാൻ ഫോൺ നോക്കിയില്ല. ഫോൺ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങായിരുന്നു, അതുകൊണ്ടാ. ചേച്ചി ചോദിച്ചു ചേച്ചി ഓക്കെ അല്ലേന്ന്. ഞാൻ ഓക്കെയാ, എനിക്കൊരു കുഴപ്പമില്ല. വൈജി ചോദിക്കുകയാണ്, അവൾ ആരാടി ഇവിടുത്തെ കാര്യമൊക്കെ അന്വേഷിക്കാൻ? എൻ്റെ മോക്ക് നല്ലതോ ചീത്തയോ? അവൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അവളുടെ കാര്യം നോക്കി അവിടെ ഇരുന്നാൽ പോരെ? വേണ്ടത്തെ കാര്യങ്ങളെല്ലാം ആവശ്യമില്ലാതെ തലയിട്ടോളും. അവളുടെ വിചാരം ഈ വീട്ടിലെ ഓളിനോൾ അവളാണെന്ന്. അവൾ ഇവിടുന്ന് പോയാൽ ഒന്നും നടക്കില്ല എന്ന് അവൾക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. ദേ അമ്മേ, ചേച്ചി വിളിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും ഒരു ശല്യമില്ല. ഞങ്ങൾക്കതൊരു മനസ്സമാധാനാ. ഞങ്ങൾക്കും ആരോ ഉണ്ടെന്ന് ഒരു തോന്നല. അതെന്താടി, ഞാൻ നിന്റെ ആരുമല്ലേ? നിന്നെയൊക്കെ പ്രസവിച്ച് നിന്റെ മലമൂത്രമൊക്കെ കോരി നിന്നെയൊക്കെ ഇത്രത്തോളം എത്തിച്ചത് ഞാൻ തന്നെയാണല്ലോ. അതിന് വേറെ ആരും വന്നില്ലല്ലോ. ഈ വീട്ടിലെ പണിയിൽ ഒറ്റയ്ക്ക് ചെയ്ത് നിന്നെയൊക്കെ നോക്കി വളർത്തിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഒരു കൂലീന ചേച്ചി എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു വേലക്കാരി, അവൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാറായല്ലോ നീയൊക്കെ. സ്വന്തം അമ്മയെ തലപ്പറയാറായില്ലേ എന്ന് ചോദിക്കുകയാണ്. ബാബി പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മയെ നിർത്ത്, എനിക്ക് വയ്യ വഴക്കുണ്ടാക്കാൻ. ഒന്നാമത് എനിക്ക് വയ്യെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുമ്പം ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളേത്? മോൾ ആഹാരം പോലും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടച്ചാ, അത് പറഞ്ഞാൽ പറ്റില്ല. മോളോട് ഇരുന്നേ, ആഹാരം മുഴുവൻ കഴിച്ചേ. അങ്ങനെ ബബിതോടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഫോൺ സൈലൻ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ബബിത മുറിയിലേക്ക് കിടക്കാൻ പോണുണ്ട്. ചേച്ചി, അല്ല ചേച്ചി രാത്രി വിളിക്കുന്നു പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം അലീന ബബിതയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബബിത ഫോൺ എടുക്കുകയാണ്. ഹലോ ചേച്ചി എന്ന് വിളിക്കുമ്പം, ബബി മോളെ എന്തു പറ്റി? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? അയ്യോ ചേച്ചി, ഞാൻ കണ്ടില്ല, ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ കിടന്നുറങ്ങിപ്പോയി, നല്ല തലവേദന. ആണോ? എന്നിട്ടിപ്പോൾ കുറവുണ്ടോ? കുറവുണ്ട് ചേച്ചി. ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? നീ അവിടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ഓർത്തുപോയി. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല അലീന ചേച്ചി. ആണോ? ശരി, മോളെ പഠിക്കുന്നൊന്നുമില്ലേ?
ഇല്ല, ഇന്ന് പഠിച്ചില്ല, ഇന്ന് നേരത്തെ വന്നു, നാളെയാട്ടെ, ഇന്നൊരു സുഖമില്ല, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കാണ്. മോളേന്ന് അലീന അടുത്ത വിളിക്ക് മുമ്പേ ഫോൺ കട്ടായി. ഇവക്ക് എന്തു പറ്റി, വയ്യായിരിക്കും പാവം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ബബിതയ്ക്ക് കോൾ വരുന്നുണ്ട്. ബബിതയ്ക്ക് കോൾ വരുമ്പം അവൾ അറ്റൻഡ് ചെയ്യാണ്. അമലിനോട് ബബിത ചോദിക്കാണ്, എങ്ങോട്ടേക്ക് വരേണ്ടത്? നമുക്ക് നാളെ റിസോർട്ടിലേക്ക് പോയാലോ? റിസോർട്ടിലേക്കോ? അത് ഏത് റിസോർട്ടാ? ഇവിടുന്ന് കുറച്ച് ദൂരെയാ. അയ്യോ, അത്ര ദൂരൊക്കെ പോയാൽ ആരും അറിയില്ലേ? പിന്നെ നമ്മൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ പോകുന്നത്. ഇവിടുന്ന് ഒരു കഷ്ടിച്ചൊരു 1/4 മണിക്കൂർ അവിടെ പോകുന്നു, നമ്മളൊന്ന് സ്റ്റേ ചെയ്യുന്നു, ഒന്ന് അടിച്ചു പൊളിക്കുന്നു. കുറെ നാളായില്ലേ നമ്മൾ പരസ്പരം കണ്ടിട്ട്. എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തിരിച്ചു പോരാം. കോളേജ് വിടുന്ന സമയത്ത് നിന്നെ ഞാൻ അവിടെ കൊണ്ടെത്തിച്ചാ പോരെ? അത് പിന്നെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? പിന്നെ ഇനിയിപ്പോൾ ആരറിയാനാ? നിന്റെ കൂടെ നീ എന്ന് എൻ്റെ കൂടെ കറങ്ങിയതൊക്കെ നിന്റെ ഏട്ടനൊക്കെ അറിഞ്ഞതല്ലേ? പിന്നെ ഏട്ടനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അവനെപ്പോലൊരു ഫ്രോഡ് ഈ ലോകത്ത് വേറെ ഇല്ലല്ലോ. ദേ, എൻ്റെ ഏട്ടനെ കുറിച്ച് പറയണ്ട. ഏട്ടനിപ്പോ അങ്ങനെയൊന്നല്ല. രോഹിയേട്ടൻ ഒത്തിരി മാറി, ഇപ്പൊ ഡീസന്റാ. പിന്നെ ഡീസന്റ് അവനെ പോലെ ഒരു പെണ്ണിനെ കൊണ്ട് പീഡിപ്പിക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇത്രയും കാലം നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. അതില്ല. പിന്നെന്താ നിനക്ക് എന്നോട് വരാൻ ഇത്ര പേടി? പേടിയല്ല, പിന്നെ എന്താ പ്രശ്നം? എന്താ? അല്ല, എനിക്കിതൊക്കെ ഒരു തെറ്റില്ലെന്നൊരു തോന്നല്. ഒരു തെറ്റുമില്ല. നമ്മൾ പരസ്പരം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരല്ലേ, നാളെ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ. അപ്പൊ പിന്നെ ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാല് ഞാൻ വരാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. അവളുടെ മനസ്സിൽ ആകപ്പാടെ ടെൻഷനും പേടിയും ഒക്കെ ആവുന്നുണ്ട്. പോയാൽ എങ്ങനെയാകും, ആകപ്പാടെ പ്രശ്നമാകുമോ എന്നൊക്കെയോ തോന്നലാണ്. അങ്ങനെ അലീനയും ബബിത രാവിലെ കോളേജിൽ പോകാനെന്ന് പറഞ്ഞ് ഒരുങ്ങുന്നുണ്ട്. കൃഷ്ണമോള് രോഹിയൊക്കെ കോളേജിലേക്ക് പോകുമ്പം രോഹി പറയാണ്, എടി ഞാൻ നിന്നെ കോളേജിലേക്ക് ആക്കാം. വേണ്ട രോഹിയേട്ടാ, എനിക്ക് സ്കൂട്ടി ഉണ്ടല്ലോ, ഞാൻ അതിന് പോയിക്കോളാം. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് രോഹി കോളേജിലേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോൾ സ്കൂളിലേക്കും പോവാണ്. വൈജു ഓഫീസിലേക്കും ബാലൻ കടയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ വീട്ടില് സുനിത ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വിളിക്കാതെ അവിടുന്ന് ബാബിയാണെങ്കിൽ സ്കൂട്ടിയും എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. കോളേജിലേക്കെന്നും പറഞ്ഞ് പോയി നേരെ പോവാണത് വേറെ എങ്ങോട്ട്, നമ്മുടെ അമലിനെ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അമല് ഒരു ബൈക്കിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമലിവിടെ കണ്ടപാടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുവാണ്. ബബി കൊണ്ടുവന്ന് സ്കൂട്ടി നിർത്തുന്നുണ്ട്. അല്ല, എങ്ങനെയാ പോണത്? നമുക്ക് ബൈക്കിന് പോകാം. അപ്പൊ സ്കൂട്ടിയോ? അത് നമുക്ക് അങ്ങോട്ടേക്ക് നീക്കി വെക്കാം. നിന്റെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ലേ? ഉണ്ട്, ഹെൽമെറ്റ് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് ഹെൽമെറ്റ് വെച്ച് അമല് ഹെൽമെറ്റ് വെക്കാണ്. രണ്ടുപേരും കൂടി അവിടുന്ന് യാത്ര പോകുന്നുണ്ട്. 1/4 മണിക്കൂറോളമുണ്ട് ആ ഒരു റിസോർട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ആ റിസോർട്ടിലേക്ക് നമ്മുടെ ബബിതയും അമലും കൂടെ എത്തുകയാണേ. ഈ സമയത്തൊക്കെ ബബിതയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. ഇത്രയും കാലം താൻ തെറ്റ് ചെയ്തു, പക്ഷെ ഇതിപ്പോ ചേച്ചിയോട് താൻ വാക്ക് കൊടുത്തതാ, ഇനി ഒരിക്കലും ഇതുപോലെ തെറ്റ് ചെയ്യില്ല എന്ന്. എന്നിട്ടും എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ അമലിനെ തനിക്ക് മിസ്സാക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ അമലിനെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അമൽ പറഞ്ഞതൊക്കെ അനുസരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ റിസോർട്ടിലേക്ക് നിന്ന് അവരൊരു റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ രണ്ടുപേരും കൂടി വലിയ വിശാലമായിട്ടൊരു ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഇത്രയും ദിവസം നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയോ? നിനക്ക് എന്നെ കാണാൻ വരാൻ പോലും സൗകര്യം ഇല്ലായിരുന്നല്ലോ. അവളെ പേടിച്ച് നീ നിൽക്കുകയല്ലായിരുന്നോ? പേടിച്ചിട്ടൊന്നും അല്ല, ചേച്ചി പറഞ്ഞത് കൊണ്ടാ. അത് തന്നെയാ ഞാനും പറഞ്ഞത്, പേടിച്ച് നിൽക്കുകയായിരുന്നു എന്ന്. എന്താ അമല ഇത്? ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ പോലൊന്നുമല്ല. ഇപ്പൊ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടാ. എൻ്റെ കുടുംബത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ? അതൊക്കെ ശരി, ആയിക്കോട്ടെ. നമ്മളിപ്പോ അത് പറഞ്ഞ് അടി കൂടണ്ട. നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു ഗിഫ്റ്റ് എടുക്കാണ്. എന്ത് ഗിഫ്റ്റ് അമല ഇത്? തുറന്നു നോക്ക്. നിനക്ക് ഞാൻ വാങ്ങി വെച്ചിട്ട് 1-2 ആഴ്ചയായി. നിന്നെ കാണുമെന്ന് പറഞ്ഞത് വേറൊന്നിനു വേണ്ടിയല്ല, ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ, വരാതിരുന്നില്ലേ? അതുകൊണ്ടാ ഞാൻ ഗിഫ്റ്റ് തരാതിരുന്നത്. എങ്കിലും നിനക്കൊന്ന് പറയാതല്ലോ. ഗിഫ്റ്റിന് വേണ്ടി അങ്ങനെ നീ ഇപ്പൊ വരണ്ട. എന്നെ കാണാൻ വേണ്ടി നീ വന്നില്ലല്ലോ. എന്നോടുള്ള സ്നേഹത്തോടെ വരണ്ടേ? അതല്ലേ ആത്മാർത്ഥത എന്ന് ചോദിക്കാണ്. അങ്ങനെ ആ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പം അതിലൊരു സ്വർണ്ണ മോതിരമായിരിക്കും കേട്ടോ.
ദേ ദേ ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ, എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിട്ടുണ്ട്, ആ കൈ അങ്ങോട്ട് നീട്ടിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബബിതയുടെ കൈകളിലേക്ക് ആ വിരലുകളിലേക്ക് ആ ഒരു മോതിരം ഇട്ടു കൊടുക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അമലെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഞാനിത് മേടിച്ചു തരാൻ വേണ്ടിയിട്ടാ നിന്നെ വരാൻ പറഞ്ഞത്, നീ എന്നെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചില്ലേ എന്ന് ചോദിക്കാണ്. സോറി അമലെ, പിണങ്ങല്ലേ എന്ന് പറയുന്നുണ്ട്. നീ ആഹാരം കഴിക്കുക, ഒത്തിരി നാളായി നിന്നെ കണ്ടിട്ട് എൻ്റെ മനസ്സിന് എന്തുമാത്രം വിഷമമായെന്ന് നിനക്കറിയോ? നിന്നൊന്ന് കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. എത്ര രാത്രികൾ ഉറങ്ങാതെ ഞാൻ കിടന്നെന്നറിയോ? എന്നിട്ടാണോ നീ എൻ്റെ ഫോൺ കണ്ടിട്ട് എടുക്കാഞ്ഞത്, മെസ്സേജിൽ റിപ്ലൈ അയക്കാഞ്ഞത്? അങ്ങനെ ഇപ്പോൾ വേണ്ടെന്ന് എനിക്കും തോന്നി. എൻ്റെ മനസ്സിൽ നിന്നുള്ള സ്നേഹം നിനക്കുണ്ടോ എന്ന് എനിക്കറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നത് എന്ന് അമല കള്ളം പറയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ബബി വിശ്വസിക്കുകയാണേ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം സ്റ്റേ ചെയ്യാനെടുത്ത മുറിയിലേക്ക് രണ്ടുപേരും പോവാണ്. അങ്ങനെ അവിടെ വെച്ച് ബബിത പറയുന്നുണ്ട്, അമലെ, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പും ഒരുപാട് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനി അത് വേണ്ട. ഹാ കൊള്ളാം, അപ്പം നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? നിനക്ക് പേടിയാണോ എന്നെ? നിന്റെ ഏട്ടനെ പോലെ ഞാൻ നിന്നെ പറ്റിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ല അമലെ, വേണ്ടതുകൊണ്ടാ. വിവാഹമൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് മതി. അതോ അതിൻ്റെ ഒരു രീതി? അതൊന്നും ഒരു രീതി. നീ ഏത് ലോകത്താ? നമ്മളിപ്പോഴേ 2027 ഉള്ളത്, അല്ലാതെ 90-കളിലല്ല. ഇപ്പോഴേ എല്ലാവരും ഇങ്ങനെ ലിവിങ് ടുഗദറിന്റെ കാലഘട്ടമാ. ആ സമയത്താണോ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? അയ്യേ, നിന്നെ ഞാൻ കരുതിയത് ഒരു ബോൾഡ് പെൺകുട്ടിയാണെന്നാ. ഇത്രയ്ക്ക് ഒരു പട്ടിക്കാട്ടുകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പട്ടിക്കാട്ടുകാരിയൊന്നും അല്ല, എനിക്കും എല്ലാത്തിനെക്കുറിച്ചും അറിയാം. പിന്നെ ഞാൻ എൻ്റെ സേഫ്റ്റിക്ക്. ഓ സേഫ്റ്റി, അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ലെന്ന് തുറന്നു പറയാല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്ത് പറയാൻ, മതി, നിർത്തിക്കോ, നമുക്ക് പോയേക്കാം, ബാ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയുടെ കൈകളിലേക്ക് പിടിക്കുമ്പം അതല്ല അമല എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അമലിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എനിക്ക് നല്ല പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ആരും വരില്ല, നമ്മൾ അറിയുന്ന ആരും ഇവിടെ ഇല്ല. അതൊക്കെ ഞാൻ 100% ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. നമ്മുടെ ബോയ്സ് ഹോസ്റ്റലില്, ആ അടച്ചിട്ട വീടില്, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുമുട്ടിട്ടില്ലേ? നിന്റെ വീട്ടിൽ വെച്ചും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ലേ? പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പം എനിക്ക് എന്തോ ഒരു പേടി. എങ്കിൽ പോയേക്കാം. അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമലിനെ പിടിക്കുകയാണ്. ബബി, നിനക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നു, വൈകുന്നേരം ഇവിടുന്ന് പോകുന്നു. അതല്ല, നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഇപ്പം തന്നെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അമലി വീണ്ടും പോകാനിറങ്ങുമ്പം ബബിത കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് അമലും ബബിതയും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ വൈകുന്നേരം കോളേജ് വിടുന്ന സമയമാകുമ്പോഴേക്കും ബബിതേനെ നമ്മുടെ അമലാണെങ്കിൽ തിരികെ കൊണ്ട് കോളേജിൻ്റെ വാതിക്ക് വിടുന്നുണ്ട്. അവിടെ നിന്ന് ബബിത നേരെ വീട്ടിലേക്കും പോവാണ്. അന്ന് രാത്രി മൊത്തം ബബിത ഭയങ്കര സന്തോഷവതിയായിരിക്കും. ബാലൻ ചോദിക്കുകയാണ്, എന്താ മോളെ മുഖത്തൊരു വല്ലാത്ത പ്രസരിപ്പ്? ഇന്നലെ കണ്ട ആളെയല്ലോ. ഏയ് ഒന്നുമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോള് പറയാണ്, ഇന്ന് കോളേജിൽ നിന്ന് വന്ന മുതലേ ചേച്ചി ഭയങ്കര ഹാപ്പിയാ അല്ലേ ചേച്ചി? അങ്ങനെ വൈകുന്നേരം അലീന ചേച്ചി വിളിക്കാണ്. ആ കോള് കാണുമ്പം ബബിതയുടെ ചങ്കിനകത്ത് ഒരു തീക്കല്ല് വരട്ട പോലുണ്ട്. എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എടുത്തില്ലെങ്കിൽ ഇപ്പൊ കൃഷ്ണമോളെ വിളിക്കും, അല്ലെങ്കിൽ വീണ്ടും തന്നെ വിളിക്കും, അതുകൊണ്ട് എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുക്കാണ്. ചേച്ചിന്ന് വിളിക്കുമ്പോൾ, മോളെ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ചേച്ചി, സുഖമായിരിക്കുന്നു. തലവേദനയൊക്കെ മാറിയോ? മാറി. അല്ല, ഇന്നലത്തെ ആ ഒരു മൂടൊക്കെ മാറിയോ? മാറി ചേച്ചി, ഇന്ന് നല്ല ഹാപ്പിയാ, സമാധാനമായി. നിന്റെ മൂട് മാറിയപ്പോൾ എന്നെ ചങ്ങിനകത്ത് തീയായിരുന്നു. അല്ല, മറ്റേ അമലിപ്പോഴും വിളിക്കാറുണ്ടോ? ഏയ് ഇല്ല ചേച്ചി, വിളിക്കാറൊന്നുമില്ല. ദേ അതൊന്നും വേണ്ട കേട്ടോ, ശ്രദ്ധിച്ചു വേണം. ഇപ്പോഴത്തെ കാലഘട്ട ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നിനക്കറിയാലോ ശരണയുടെ കാര്യം. അതുകൊണ്ട് എപ്പോഴും നിന്നെ സൂക്ഷിക്കേണ്ടത് നീയാ. അച്ഛനും ആങ്ങളെയൊന്നും എപ്പോഴും പുറകെ വരാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ എപ്പോഴും നീ സൂക്ഷിച്ചോണം, മനസ്സിലായല്ലോ? മനസ്സിലായി ചേച്ചി. എന്നാ ശരി, ഞാൻ കൃഷ്ണമോളെയൊക്കെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ടാക്കാണ്. ഫോൺ കട്ടാക്കിയവിടെ ബബിതയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു കുറ്റബോധം തോന്നിക്കുന്നുണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ആലീനയുടെ അവിടെ റീതാമ്മയുടെയും ഷെറിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരുവിധം പരിഹരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഇവിടെയാണെങ്കിലും വൈജിയുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ആയിട്ട് ബാലേന്ദ്രൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മാസം നമ്മുടെ ബബിതയ്ക്ക് പീരിയഡ്സ് ആയിട്ടില്ല. ബബിത ആകെപ്പാടെ അങ്കലാപ്പിലാണ്.
പേടിച്ചിട്ട് മുറിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമ്മൾ വന്നിട്ട് ഡോറിന് മുട്ടുന്നുണ്ട്. അവൾ വാതിൽ തുറക്കാണ്. എന്താ കൃഷ്ണേ? അല്ല ചേച്ചി കോളേജിൽ പോകുന്നില്ലേ? അത് ഉണ്ട്. ഇനി എപ്പോൾ പോവാനാ? കുളിച്ചിട്ട് പോരില്ലോ, സമയം 9 മണിയായി. ആണോ? എങ്കിൽ ഞാനൊന്ന് പോകുന്നില്ല. ചേച്ചിക്ക് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ലടി, നീ പോയിക്കോ. ഞാൻ ഇന്ന് ഭയങ്കര മൂഡ് ഓഫിലാ, ഞാൻ നാളെ പോയിക്കോളാം. ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പോവാണ്. അവക്കാണെങ്കിലോ ഒരു മനസ്സമാധാനം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫോണിൽ നോക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ആയുള്ള സയൻസ് എന്തൊക്കെയാണെന്ന്. അങ്ങനെ പ്രഗ്നൻ്റ് ആയുള്ള സൈൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു കിറ്റ് മേടിക്കാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ്. അച്ഛനും അമ്മയും രോഹിയും കൃഷ്ണയും എല്ലാം പോയതിനു ശേഷം സ്കൂട്ടി എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. മാസ്ക് വെച്ച് പോയതിനു ശേഷം ഒരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ട് വരികയാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അത് റൂമിൽ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അതിൽ ഡബിൾ മാർക്ക് വീഴുന്നത് കണ്ട് അവൾ തലയിറങ്ങി തന്നെ താഴെ വീഴുകയാണേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ബോധം തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു കഴിയുമ്പം അവൾ നോക്കുമ്പം ആ ഒരു പ്രഗ്നൻസി കിറ്റ് തറയിൽ കിടക്കുന്നത് കാണുകയാണ്. ആ ഒരു ഡബിൾ ലൈൻ കണ്ടിട്ട് അവൾ ആകെപ്പാടെ വല്ലാണ്ടായി. അങ്ങനെ അനക്കൊന്നും ഇല്ലാഞ്ഞിട്ട് സുനിത വന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. കഥ തുറന്ന് എന്താ ചേച്ചിയും ചോദിക്കുകയാണ്. അല്ല അനക്കൊന്നും കേട്ടില്ല, കുറേ നേരം കൊണ്ട്. മോള് എന്തെടുക്കാം? ഞാൻ ചുമ്മാ കിടക്കായിരുന്നു. ചേച്ചിക്ക് ഇപ്പം എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകുന്നുണ്ടേ. അങ്ങനെ ബബി ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഇതെങ്ങാണം വീട്ടിലറിഞ്ഞ അതോടെ തീർന്നു. രോഹിയുടെ പ്രശ്നം കാരണം എല്ലാവരും ആകെപ്പാടെ സ്ട്രെസ്സിലായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇതും കൂടെ അറിഞ്ഞാൽ എൻ്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്ന് ഓർത്തുകൊണ്ട് ബബി വല്ലാണ്ട് ഡിപ്രസ്ഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അവൾ ഓർക്കുന്നുണ്ട് ആരെ വിളിച്ച് പറയണം എന്ന് ഓർക്കുമ്പം ആദ്യം വരുന്നത് അമലിന്റെ മുഖമാണ് മനസ്സിലേക്ക്. അങ്ങനെ ബബി ഇതാ അമലിനെ വിളിക്കുന്നുണ്ട്. അമല് ചോദിക്കുകയാണ്, എന്താ ബബി, എന്താ ഇപ്പം വിളിച്ചേ? അമലെ, എനിക്കിന്ന് ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ല. ഞാൻ ആകെപ്പാടെ പേടിച്ചായിരുന്നു. ഞാൻ പേടിച്ച പോലെ സംഭവിച്ചു. ഞാനൊരു കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ടെന്താ പോസിറ്റീവാ, ഡബിളേ വീണു. ബബി നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമലെ, എനിക്ക് ആകെപ്പാടെ പേടിയാവുന്നുണ്ട്. അതിന് ഞാനല്ലോ കാരണക്കാരൻ. എന്തൊക്കെയാ അമലെ നീ പറഞ്ഞേ? നീ അല്ലെന്നോ? നമ്മൾ തമ്മിൽ റിസോർട്ടിൽ പോയ കാര്യമൊക്കെ നീ മറന്നുപോയോ? അതിനത് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. 1 മാസം കഴിഞ്ഞു, അത് പോരെ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, നിനക്ക് പലതായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ എൻ്റെ കൂട്ടുകാർ പറയാറുണ്ട്. അതിലാരെങ്കിലും ആയിരിക്കും. നീ എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് കട്ടാക്കാണ്. പെട്ടെന്ന് ബബിത പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. വീണ്ടും തിരിച്ച് അമലിനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുമ്പം അവൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. എന്നിട്ട് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്കൂട്ടർ എടുത്തിട്ട് വിട്ടു പാഞ്ഞ് പോവാണ്. ഇതെല്ലാം ആ സുനിത കാണുന്നുണ്ടേ. എന്നിട്ട് നേരെ പോണത് അമൽ എപ്പോഴും കാണാറുള്ള സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പം അമൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞു എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അവൻ്റെ വീട്ടിലന്വേഷിച്ച് പോകാമെന്ന് കരുതിയാൽ വീട്ടിലും അച്ഛനും അമ്മയും എല്ലാം ഉണ്ടല്ലോ. എല്ലാവരും അറിഞ്ഞാൽ ആകെ വിഷയമാകും. അതുകൊണ്ട് പേടിച്ച് അവൾ തിരികെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ഈശ്വര എന്നോർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾക്ക് അലയൻ ചേച്ചിനെ ഓർമ്മ വരുന്നത്. ചേച്ചിനെ ഫോൺ വിളിക്കുകയാണ്. എന്താ മോളെ ഈ സമയത്ത്? സാധാരണ രാത്രിയല്ലേ വിളിക്കാറ്? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചിക്ക് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? അയ്യോ, ഞാനിപ്പോൾ വരാനോ? ഇവിടെ ആകെപ്പാടെ കുഴഞ്ഞും മറിഞ്ഞ് കിടക്കുക. ഭയങ്കര പ്രശ്നത്തിലാ മോളെ. ഇപ്പോൾ വരാൻ ഒരു നിവൃത്തിയില്ല. ചേച്ചി, ഇതെൻ്റെ ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടാ. ഈ ഘട്ടത്തിലാണ് എൻ്റെ ചേച്ചിൻ്റെ കൂടെ വേണ്ടത്. ചേച്ചി ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പം എന്താ മോളെ അത്ര അത്യാവശ്യം? നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണ്. ചേച്ചി വരണം. ശരി, ഞാൻ പപ്പയോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ നാളെ എങ്കിൽ വരാം. അല്ല, അവിടെ മേഡം ഇല്ലേ? മേഡം എന്നെ കണ്ട ഹാലിളകും. അതൊന്നും സാരമില്ല, പകലിവിടെ അമ്മ കാണില്ലല്ലോ. ചേച്ചിന് വാ, അത്യാവശ്യമാ. ശരി മോളെ, ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് അല്ല ഫോൺ കട്ടാക്കാണ്. എന്തിനായിരിക്കും ഇപ്പോൾ ഭവിത വിളിക്കുക എന്ന് ഇവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ നേരെ അലീന നേരെ പോയിട്ട് സ്റ്റാലിനോട് പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് പാലാ വരെ ഒന്ന് പോകണമെന്ന് പറയാണ്. എന്തിനാ മോളെ ഈ സമയത്ത് ചോദിക്കുമ്പം ബാബുജി ഇതുവരെ വിളിച്ചു, എൻ്റെ അത്യാവശ്യ കാര്യമാണ്, നാളെ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? അവൾ എങ്ങനെ ഇങ്ങനെ വരുന്നത്?
അവിടെ ആരും അറിയാത്ത കാര്യമാണ്, എന്തോ എന്നോട് മാത്രം രഹസ്യമായിട്ട് പറയാനുള്ളതാ. അപ്പൊ പിന്നെ ഇങ്ങോട്ടെന്നാൽ എങ്ങനെ പപ്പ ശരിയാവുക? അത് മാത്രമല്ല, അവൾ പറഞ്ഞെങ്കിൽ അച്ഛനും കൂടെ വരണ്ടേ? ഇവിടെ നിന്നാകുമ്പം ഞാൻ തന്നെ പോയാൽ മതിയല്ലോ. അല്ല, നീ പോണ അത്യാവശ്യമാണോ? നമുക്ക് പൊന്നലൂർക്ക് പോകണ്ടേ? പപ്പ, അതൊരു ദിവസം നമുക്ക് ഡിലേ ആക്കി വെക്കാം. എന്തായാലും അവൾ വിളിച്ചതല്ലേ. അത് മാത്രമല്ല, ഏറ്റവും അവളുടെ അത്യാവശ്യമായ ഘട്ടത്തിലാവളെന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോകണ്ടേ പപ്പ എന്ന് ചോദിക്കുകയാണ്. ശരി ശരി, സമ്മതിച്ചു. നാളെ പോയിക്കോ, ബൈജുവിനെ കൂട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അലീന പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങുകയാണേ. അങ്ങനെ ബബിത കോളേജിൽ പോകുന്നില്ലെന്ന് വഴി ചോദിക്കുമ്പം ഇല്ലമ്മേ, എനിക്ക് നല്ല വയറുവേദനയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കൃഷ്ണ പറഞ്ഞുണ്ട്, ഈയിടെയായിട്ട് കുറെ ലീവ് എടുക്കുന്നുണ്ടല്ലോ, എന്താ ചേച്ചി ഇത്? എപ്പോൾ ചോദിച്ചാലും ഓരോ കാര്യങ്ങൾ പറയും. ഇന്നിപ്പോൾ എന്താണാവോ? അത് എനിക്ക് പീരിയഡ്സായി, അതിൻ്റെ വയറുവേദനയാ. നിനക്ക് മനസ്സിലായല്ലോ, മിണ്ടാതെ പോവാൻ നോക്ക്. ശരി ശരി, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രണ്ടിന് പോവാണേ. അപ്പോൾ തന്നെ അലീന അവളെ വിളിക്കുന്നുണ്ട്. അവൾ പാല എത്താറായി, മോൾ എവിടെയാ? ചേച്ചി അവിടെ നിന്നാ മതി. പാലായില് ജംഗ്ഷനില് ഒരു ബേക്കറിയുടെ പേര് പറയാണ്. ചേച്ചി അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. മോളെ, വീട്ടിലേക്ക് വരാം. വേണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബബിത സ്കൂട്ടി എടുത്തുകൊണ്ട് പറഞ്ഞ് ബേക്കറിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും അലീന ബബിതയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അലീനെ കണ്ട പാടെ ബബിത ഓടിച്ചെന്ന് ചേച്ചിന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? നീ എന്തിനാ ഇത് അത്യാവശ്യം വരാൻ പറഞ്ഞത്? ഓർത്തിട്ട് എനിക്കൊരു മനസ്സമാധാനം ഇല്ല. അതാ ഞാൻ ഇങ്ങ് പോരുന്നേ. എന്ത് പറ്റിയടാ? ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെന്നോ? എന്താ അബദ്ധം? ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ബബിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കാണ്. ദേ, ആൾക്കാരെല്ലാം നോക്കുന്നു, എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോ പബ്ലിക് പ്ലേസ് അല്ലേ, എന്താ മോളെ കാര്യം? മോൾ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ്. എന്താടാ കാര്യം പറ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗിൽ നിന്നും ആ പ്രഗ്നൻസി കിറ്റ് എടുത്ത് ഇവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് നോക്കിയിട്ട് നമ്മുടെ അലീന ഞെട്ടിപ്പോകുന്നുണ്ട്. മോളെ, എന്തായി കാണിച്ചേക്കുന്നേ? എന്താടാ ഇത് എന്ന് ചോദിക്കുമ്പം ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പഴയതുപോലെ അമലിനെ വിളിച്ചു. അമലപ്പോൾ കാണണമെന്ന് വാശി പിടിച്ചു. ഞാൻ ഇല്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞതാ. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല, സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നെ കൊണ്ട് റിസോർട്ടിലേക്ക് പോയി ചേച്ചി. ഇപ്പം കൃത്യം 1 മാസം കഴിഞ്ഞു. പീരിയഡ്സ് ആവാനിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാ. അപ്പോഴാ ഇത് കണ്ടത്. എനിക്ക് ആരോട് പറഞ്ഞെന്നറിയില്ല. നീ അവനെ വിളിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു ചേച്ചി. അപ്പോഴേ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയി. അത് ഇവൻ്റെ അല്ലെന്നും പറയാ ചേച്ചി. എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇത് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഈ പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, നീ വിഷമിക്കാതെ എന്ന് പറയുന്നുണ്ട്. അല്ലേ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഉറപ്പാ ഇത് ഒറിജിനൽ തന്നെയാ. ഞാൻ ടെസ്റ്റ് ചെയ്തതാ, ഫോണിൽ നോക്കി ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് പോയൊരു ഡോക്ടറെ കാണാം. ചേച്ചി വേണ്ട, എനിക്ക് പേടിയാ, ആരെങ്കിലും അറിഞ്ഞാലോ? നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കാറിൽ പിടിച്ച് കയറ്റുന്നുണ്ട്. ബാ, പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്, ഒരു മോശപ്പെട്ട കൂട്ടുകെട്ടിലും പോയേക്കരുത്, തന്നെ സൂക്ഷിക്കാൻ താൻ മാത്രമേ കാണുള്ളൂന്ന് ഇന്നലെ കൂടി പറഞ്ഞതല്ലേ. എന്നിട്ടും നീ ഇങ്ങനെ ചെയ്തല്ലോ മോളെ. ചേച്ചി, അറിയാതെ സംഭവിച്ചു പോയതാ. അമലിനെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചതാ. അവൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം അവൻ എന്നെ ഉപേക്ഷിച്ച് പോവാണെന്ന് തോന്നുന്നു. അവനിപ്പോൾ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാ. അവനുള്ള സ്ഥലത്തേക്കൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് നോക്കി. അവനോടൊന്നുമില്ല. എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് അവനോട് മുങ്ങിയും തോന്നി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുണ്ട്. അലീന അവളെ തോളത്തേക്ക് ചാർച്ച് കിടത്തിയിട്ട്, മോള് വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കൂടെ, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് അലീന അവളെയും കൊണ്ട് പോകുന്നുണ്ട്. ചേച്ചി ഇവിടെ വേണോ? മോള് മാസ്ക് എടുത്ത് വെച്ചേ. അങ്ങനെ അലീനയും ബബിതയും മാസ്ക് എടുത്ത് വെക്കാണ്. മോൾ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ബബിതയും കൂട്ടിക്കൊണ്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്. ഈ കുട്ടിക്ക് പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻസി കൺഫേം ആണ്. ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഇതൊരു ബ്ലർ ലൈനല്ലേ, 1 മാസമല്ലേ ആയുള്ളൂ, ഇപ്പോഴെങ്ങനെ ചെക്ക് ചെയ്തത്? അത് പിന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമായി, ഇതുവരേക്കും ഒരു പോസിറ്റീവും ഇല്ല, അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയതാന്ന് അലീന പറയുന്നുണ്ട്.
ഡോക്ടർ പറയുന്നുണ്ട് നമുക്ക് എന്തിനും ഒരു സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൺഫേം ആണോ അല്ലേന്ന് അറിയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും അവളും കൂടി ബബിതയും കൂടി സ്കാനിങ്ങിന് റെഡിയാവുന്നുണ്ട്. ബബിതയ്ക്ക് ആകെപ്പാടെ ടെൻഷനാണ് കേട്ടോ. അലീന അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി സ്കാൻ ചെയ്യാൻ കയറുന്നുണ്ട്. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, സോറി ഇപ്പോൾ കൺസീവ് അല്ല, അതിൻ്റെ യാതൊരിതും കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഉള്ളിൽ സന്തോഷമാവുന്നുണ്ട് രണ്ടുപേർക്കും, എങ്കിലും മുഖത്ത് സങ്കടഭാവം അഭിനയിക്കുകയാണ്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് പ്രഗ്നൻസി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാണല്ലോ കാണാൻ കയറിയത്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് ടാബൊക്കെ എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഇതൊക്കെ ഒന്ന് കഴിക്കണം, ഈ സമയത്ത് ഇതൊക്കെ കഴിക്കേണ്ടതാണ്. കുട്ടി എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം അതിൻ്റെ വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം, നല്ല ഫുഡൊക്കെ കഴിക്കണം, ആരോഗ്യത്തിലിരിക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് നിൽക്കുകയാണ്. ബൈജുനെ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? സമാധാനമായെന്നോ? എൻ്റെ പൊന്നേച്ചി, ഞാൻ ഈ പല ലോകവും കണ്ടു. എനിക്ക് അതുപോലെ പേടിയായിരുന്നു. പോസിറ്റീവ് എങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്നെ ആരും ജീവനോടെ കാണില്ലായിരുന്നു. മോളെ, ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഈ മണ്ടത്തരത്തിനൊന്നും നീ പോയി ചാടരുത്. ഇപ്പോൾ തന്നെ നിനക്ക് എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാലോ. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മാനാണ്. നീ അതുകൊണ്ട് തൊലച്ചു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങാനും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പാവത്തിന് ഇനി അറ്റാക്ക് കൂടി താങ്ങാനുള്ള ഹെൽപ്പില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇനി ഇങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കല്ലേ എന്നും പറഞ്ഞ് അലീന വഴക്ക് പറയുന്നുണ്ട്. അലീനനെ ബബിത കെട്ടിപ്പിടിച്ച് കരയാണ്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എൻ്റെ മരണവാർത്തയെ ചേച്ചി കേൾക്കുള്ളായിരുന്നു. നീ ഇപ്പം അങ്ങനെയൊന്നും പറയണ്ട, എല്ലാം കഴിഞ്ഞു പോയില്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ഓർത്താൽ മതി. പിന്നെ അമല് ശരിക്കും നിന്നെ ചതിക്കാണോ? അറിയില്ലേ ചേച്ചി, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയി. എന്തായാലും നമുക്ക് നോക്കാം. അമലൻ ചതിക്കാണെങ്കിലേ അങ്ങനെ തന്നെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ വരുന്നുണ്ട് അവനെ കാണാനായിട്ട് എന്ന് പറയാണ്. അങ്ങനെ അലീന തന്നെ അവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാനെന്നാൽ ഇനി അധികം നേരം നിൽക്കുന്നില്ല, എനിക്ക് പുനലൂർക്ക് പോകേണ്ടതാണ് ഇന്ന് തന്നെ, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം ബബിത അലീനനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. താങ്ക്സ് ചേച്ചി, ഞാൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഓടി വന്നല്ലോ, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് പറയാണ്. ഇനിയൊരു പ്രശ്നം കൊണ്ട് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ അച്ഛനില്ലെന്ന് മോക്കറിയാലോ. അതുകൊണ്ട് മോള് ദയവ് ചെയ്ത് ഇനി ഒരു അബദ്ധത്തിലും പോയി ചാടല്ലേ. എനിക്ക് ഇന്ന് തന്നെ പുനലൂർക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം നിന്നേനെ. എന്തായാലും മേഡം വരുന്നതിന് മുമ്പ് ഞാനങ്ങ് പോയേക്കാം, അല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നം. ചേച്ചിന്ന് വിളിച്ച് വീണ്ടും ബബിത കെട്ടിപ്പിടിക്കുകയാണ്. സാരില്ല മോളെ, പോട്ടെ, ഇനി ഒരു അബദ്ധം സംഭവിക്കാതെ മോള് ശ്രദ്ധിച്ചോണം എന്ന് പറയാണ്. ഇത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല. യഥാർത്ഥ സ്നേഹം ഇങ്ങനെയല്ല. യഥാർത്ഥ സ്നേഹിക്കുന്നവർ ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടേണ്ട കാര്യവുമില്ല. ഞാനും മനോട്ടനും എത്ര കാലം കൊണ്ട് സ്നേഹിക്കാണ്. ഇന്നേ വരെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, അത് നിനക്കറിയാമല്ലോ. അതുപോലെയാ ഓരോ ബന്ധങ്ങളും, ഓരോ ബന്ധത്തിനും ഓരോ പവിത്രതയുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇത് മാത്രമല്ല പ്രണയം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. സോറി ചേച്ചി, എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി, ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല. കൃത്യസമയത്ത് ചേച്ചി വന്നല്ലോ, അതിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട്, അല്ലെങ്കിൽ എന്നെ ജീവനോടെ കാണില്ലായിരുന്നു എന്ന് ബബി പറയാണ്. അങ്ങനെ ബബീനെ കുറെ ഉപദേശിച്ച് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അലീന അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ബബി മനസ്സമാത്രമായിട്ട് അകത്തേക്ക് കയറി പോവാണ്. അല്ല മോളെ, ആരാ വന്നേ എന്ന് സുനിത ചോദിക്കുമ്പം അത് ഞങ്ങളുടെ ചേച്ചിയാ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അലീനയും നേരെ കുളത്തോപ്പുഴയ്ക്ക് പോവാണ്. അവിടെ ചെന്ന് സ്റ്റാലി എന്താന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, അവളുടെ കോളേജിൽ കുറെ പയ്യന്മാര് അവളെ ശല്യപ്പെടുത്തി, അത് കണ്ട് ഭയങ്കര മൂഡോഫായിരുന്നു, അതൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് സോൾവ് ചെയ്യാൻ പോയതാ. ആഹാ, നീ എന്താ അവിടുത്തെ റൗഡിയാണോ അതൊക്കെ സോൾവ് ചെയ്യാൻ? അല്ല പപ്പാ, അവക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന് അവക്ക് തോന്നി, അതുകൊണ്ട് എന്നെ വിളിച്ചതാ. പോയി എല്ലാം സംസാരിച്ചു കേട്ടു ഇങ്ങ് പോയിരുന്നു. അവളിപ്പോൾ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. അല്ല, നമുക്ക് വൈകുന്നേരത്തേന് പുനലൂർക്ക് പോകണ്ടേ? പോണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോരുന്നത്. സന്ധ്യ ആയല്ലോ, ഇനി എപ്പോൾ പോവാനാ? സാരമില്ല, നമുക്കിപ്പോൾ തിരിക്കാം, രാത്രി അങ്ങ് എത്തുമല്ലോ. എനിക്കാണെങ്കിലോ അപ്പച്ചനെ കാണാഞ്ഞിട്ട് ഒരു സമാധാനമില്ല എന്ന്
അലീന പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയും അലീനയും കൂടി കൊളുത്തപ്പുഴയിൽ നിന്നും പുനലൂർക്ക് യാത്ര പോവാണ്. ഇതുപോലെ വരണ എപ്പിസോഡ്സ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പും ചെയ്ത് ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.